നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തി ആഘോഷിക്കുന്നത്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷമായി ആഘോഷിക്കുന്നു. കൃതയുഗത്തിൽ മഹാവിഷ്ണു 4 അവതാരങ്ങൾ എടുത്തു. അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുമാണ് മഹാവിഷ്ണു നരസിംഹ അവതാരം എടുത്തത്. പേരുപോലെ സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ശരീരവുമാണ് ഈ വിഷ്ണു അവതാരത്തിൻ്റെ പ്രത്യേകത. സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത് എന്ന് വരം വാങ്ങി. എന്നാൽ ഹിരണ്യകശിപുവിന് ജനിച്ച പുത്രനാകട്ടെ പരമവിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്. വിഷ്ണുഭക്തിയിൽ നിന്ന് തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പല രീതിയിൽ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു. പരാജിതനായ അസുരൻ ക്രോധം പൂണ്ട് പ്രഹ്ലാദനോട് വിഷ്ണുവിനെ കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു. തൂണിലും തുരുമ്പിലും വിഷ്ണു വസിക്കുന്നുണ്ടെന്ന് പ്രഹ്ലാദൻ അറിയിച്ചു. എങ്കിൽ തൂണിലിരിക്കുന്ന വിഷ്ണു നിന്നെ രക്ഷിക്കട്ടെ എന്നാക്രോശിച്ചുകൊണ്ട് ഹിരണ്യകശിപു തൂണിൽ ആഞ്ഞുവെട്ടി. അപ്പോൾ ദിക്കുകളെല്ലാം ഞെട്ടിവിറയ്ക്കുന്ന രീതിയിൽ അട്ടഹാസത്തോടെ കൂടി തൂണു പിളർന്ന് നരസിംഹ അവതാരം സംഭവിക്കുകയും സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടത്തി മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിനെ ആയുധമെന്നും ഉപയോഗിക്കാതെ തൻ്റെ നഖങ്ങളാൽ മാറുപിളർന്ന് വധിച്ചു. പിന്നീട് പ്രഹ്ലാദസ്തുതികളാൽ ശാന്തനായ നരസിംഹമൂർത്തി തൻ്റെ ഭക്തനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. നരസിംഹ ജയന്തി ദിനത്തിൽ പ്രഹ്ലാദസ്തുതിയാൽ ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് സർവപാപശമനവും ശത്രുനിവാരണവും ആഗ്രഹസാധ്യവും ഫലമാകുന്നു. ശത്രുസംഹാരിയും ഭക്തരക്ഷകനുമായ നരസിംഹദേവൻ്റെ ജന്മദിനമായ വൈശാഖമാസത്തിലെ ശുക്ല ചതുർദശി ദിനമായ നാളെ തൊഴിൽ സംബന്ധമായും അല്ലാതെയും ജീവിത പ്രതിബന്ധങ്ങൾ അകലാനും ശത്രുശല്യം മൂലമുള്ള തടസ്സങ്ങൾ അകലുവാനും നരസിംഹ പൂജയോളം ഫലപ്രദമായ മറ്റൊരു വഴിപാടില്ല. നരസിംഹ ജയന്തിയിൽ നിങ്ങളുടെ പേരിലും പൂജ നടത്താവുന്നതാണ്. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നാമമ്യൂഹം. ശ്രീ പരമേശ്വരനാൽ വിരചിതമായ ഈ മന്ത്രം പ്രഭാതത്തിലോ സന്ധ്യയിലോ 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. എല്ലാവർക്കും നരസിംഹ ജയന്തി ആശംസകളോടെ നിർത്തുന്നു. നമസ്തേ.